പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സത്താർ ആദവനാട്. ഒത്തിരി നാളുകൾക്ക് ശേഷം വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. വളരെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഗവൺമെൻറ് അംഗീകാരമുള്ള അതല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരു കോഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ കുടുംബിനികളായ സ്ത്രീകൾക്ക്, അതല്ലെങ്കിൽ ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ ചൈൽഡ് കെയറുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്കൂളുകളിലും അതുപോലെ തന്നെ അങ്കണവാടികളിലും അതുപോലെ പ്രീ പ്രൈമറി മേഖലയിലൊക്കെ മാന്യമായൊരു തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്ന വളരെ നല്ലൊരു കോഴ്സിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കോഴ്സിൻ്റെ വിവരങ്ങളിലേക്ക് പോകുകയാണ്. ഈ കോഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്, DCPM. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂൾ കേരള എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസത്തെ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അംഗീകാരമുള്ള സ്കൂളുകളിൽ അതല്ലെങ്കിൽ പ്രീ പ്രൈമറികളിൽ അംഗൻവാടികളിലൊക്കെ തൊഴിൽ ലഭിക്കുമെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കോഴ്സാണിത്. എന്ന് മാത്രവുമല്ല, നമുക്കറിയാം പുതിയ വിദ്യാഭ്യാസ നയം വരുന്നതോട് കൂടിയിട്ട് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മുടെ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പരിഗണിക്കുന്നത് 1-ാം ക്ലാസ് മുതലാണ്. ഇനി അതല്ല, നമ്മുടെ LKG UKG അതല്ലെങ്കിൽ അംഗൻവാടി മുതലുള്ള കാലഘട്ടം 3 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ കൂടി നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ ഓൾറെഡി അവർ വെൽ ക്വാളിഫൈഡ് ആയ ആളുകളാണ്, ട്രെയിൻഡ് ആയ ആളുകളാണ്. ആയമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവരും ക്വാളിഫൈഡ് ആകണം എന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഈ ഒരു ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ ആൻഡ് പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ്. ഞാൻ പറഞ്ഞു 6 മാസമാണ് ഇതിൻ്റെ കാലാവധി. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ് മാത്രമാണ്. മാർക്ക് നിബന്ധന ഒന്നുമില്ല. 10-ാം ക്ലാസ് പാസ്സായ ഏതൊരാൾക്കും ഈ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് പ്രായപരിധിയുണ്ട്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് ഈ കോഴ്സ് ചെയ്യാനുള്ള പ്രായപരിധി. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആയമാർക്കൊക്കെ ഒരു പേടിയുണ്ടാവും, എൻ്റെ പ്രായമൊക്കെ അതിലേറെ വന്നല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന്. നിങ്ങൾക്ക് 10-ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നിലവിൽ പ്രീ പ്രൈമറികളിലൊക്കെ ആയമാരായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സേവകരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. അവർക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഈ കോഴ്സിൻ്റെ മീഡിയം മലയാള മീഡിയത്തിലാണ് ക്ലാസ് ഉള്ളത്. ഇതിൻ്റെ ഈ കോഴ്സ് എങ്ങനെയാണ് അത് നടത്തുന്നതിൻ്റെ പഠന രീതി ബ്ലെൻഡഡ് സിസ്റ്റം എന്ന് പറയും. അതായത് കുറച്ച് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും മറ്റ് ക്ലാസ്സുകൾ ഓഫ്ലൈനായിട്ടും. അതായത് നമ്മൾ ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കേന്ദ്രമുണ്ടാകും. അവിടെ പോയിട്ട് നിങ്ങൾ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. തന്നെ 225 മണിക്കൂർ അവർക്ക് തിയറി ക്ലാസ്സുകളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 50 മണിക്കൂർ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പോയിട്ട് അതല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്ഥാപനങ്ങളിൽ പോയിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു 25 മണിക്കൂർ അവർക്ക് ICTയുടെ വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ശനി ഞായർ അതുപോലെ തന്നെ മറ്റ് പൊതു അവധി ദിവസങ്ങളിലാണ് അവർക്ക് കോണ്ടാക്റ്റ് ക്ലാസ്സുകൾ ഉണ്ടാകുക, സമ്പർക്ക ക്ലാസ്സുകൾ ഉണ്ടാകുക. അപ്പോൾ ഈ സമ്പർക്ക ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൽ അത്യാവശ്യമാണ്. അതിലൊരു 80% അവർക്ക് അറ്റൻഡൻസൊക്കെ വേണം. അതിലൊരു 70% ഉണ്ടെങ്കിൽ പോലും അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയേണ്ട മറ്റൊരു ആഗ്രഹം ഉണ്ടാകും, ഇതിനൊക്കെ എത്രയാണ് ഫീസ് വരിക എന്ന് പറയുന്നത്. ഇതിന് ഫീസ് വരുന്നത് 3500 രൂപയാണ്. അതോടൊപ്പം തന്നെ 500 രൂപ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അങ്ങനെ ടോട്ടൽ 4000 രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത്. അപ്പോൾ ചില ആളുകൾ കരുതുന്നുണ്ടാവും, ഒന്നിച്ച് 4000 രൂപ ഒക്കെ കൊടുക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുമോ? ഒരു നിലവിൽ പ്രീ പ്രൈമറി ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ചെറിയ സാലറി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് 2 ഗഡുക്കളായിട്ട് ഇതിൻ്റെ ഫീസ് അടക്കാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ അവർ 1750 രൂപയും പ്ലസ് 500 രൂപ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസുമായിട്ട് അടക്കുക. രണ്ടാമത്തെ തവണ അവർ 1750 രൂപ അടക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അതായത് 20/2/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. 20/2/2025 വരെ, അതായത് 2025 ഫെബ്രുവരി 20 വരെ
നിങ്ങൾക്ക് ഫൈനില്ലാതെ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ 2025 മാർച്ച് 25 വരെ നിങ്ങൾക്ക് 100 രൂപ ഫൈനോട് കൂടി അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഓർക്കണം, ഒരു ജില്ലയിൽ 50 സീറ്റേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഏറെക്കുറെ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ ഏറെക്കുറെ ജില്ലകളിലെ സ്റ്റഡി സെൻറ്ററുകൾ സീറ്റൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം തന്നെ ഇപ്പോൾ തന്നെ ഈ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജില്ലയിലുള്ള ഇതിൻ്റെ സ്റ്റഡി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഇതിന് അഡ്മിഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ്റെ വെബ്സൈറ്റ് ഞാനിവിടെ കാണിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ സെൻറ്ററിലോ മറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷ ചെയ്തു തരും. അതുപോലെ തന്നെ ഇതിൻ്റെ പഠന കേന്ദ്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം, അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും അടക്കാം. ഓൺലൈനായിട്ട് അടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഓൾറെഡി അപേക്ഷയൊക്കെ തയ്യാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് അവർ തന്നെ അടച്ചു തരും. അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ആ അപേക്ഷ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചലാൻ ജനറേറ്റ് ചെയ്ത് തരും. ഈ ചലാൻ ഫോമുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസൊക്കെ അടക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഈ അപേക്ഷ തയ്യാറാക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഈ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ അനുബന്ധമായിട്ടുള്ള മറ്റ് രേഖകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹെഡ് ഓഫീസായ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ഓഫീസിലേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സ്കൂൾ കേരള വിദ്യാഭവൻ, പൂജപ്പുര PO, തിരുവനന്തപുരം 695012 എന്ന വിലാസത്തിൽ നിങ്ങൾ അയക്കേണ്ടതായിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലുള്ള ഇതിൻ്റെ ഒരു കേന്ദ്രമുണ്ടാകും, ജില്ലാ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ അയക്കണം. അതിൻ്റെ വിലാസം ഞാനിവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ ഡിസ്കഷൻസൊക്കെ നമുക്ക് അവിടെ നടത്താം. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു നല്ല മാന്യമായ ജോലി അന്വേഷിക്കുന്ന 10ാം തരമൊക്കെ കഴിഞ്ഞ ഒരു 45 വയസ്സിന് താഴെയുള്ള ഒത്തിരി ആളുകളുണ്ടാവും. അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. പല ആളുകളും ഇപ്പോഴും ഇത്ര ചൈൽഡ് കെയറുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കണം, അതല്ലെങ്കിൽ പ്രീ പ്രൈമറിയിൽ ടീച്ചറാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന് കഴിയാതെ പോയ ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് ആ സ്കൂളിൽ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആയ അല്ലെങ്കിൽ ചൈൽഡ് കെയർ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ജോലി നോക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞു, ഭാവിയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻ്റ് ആകുന്നതോട് കൂടിയിട്ട് സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറി വരുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി സാധ്യത വരാൻ പോകുന്നൊരു കോഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ആദ്യ ബാച്ചാണ് നടക്കുന്നത്. ഏകദേശം 6 മാസം കഴിയുന്നതോടുകൂടി അടുത്തൊരു ബാച്ച് കൂടി കാണും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങളുടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശരാകേണ്ടതില്ല. അടുത്ത ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇതിൻ്റെ ഫർദർ ഡിസ്കഷൻസൊക്കെ നമുക്കതിൻ്റെ ഗ്രൂപ്പിൽ നടത്താമെന്ന് അറിയിക്കുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.